നമുക്ക് അടുത്ത ചെറിയ അറിവുമായി തുടരാം. ഈ അടുത്ത ദിവസവും അഷ്ടമശനിയെ കുറിച്ച് എന്നോടൊരു വ്യക്തി ചോദിച്ചിരുന്നു. ഇപ്പോൾ അഷ്ടമശനി നടക്കുന്നത് ചിങ്ങക്കൂറുകാർക്കാണ്. മകം, പൂരം, ഉത്രങ്കാൽ എന്നീ നക്ഷത്രങ്ങളാണ്. ഈ വീഡിയോ പിന്നീട് കാണുന്ന ഒരു വ്യക്തി ആ സമയത്ത് ഏതാണ് അഷ്ടമശനി രാശിക്കാർ എന്നുള്ളത് ആലോചിച്ച് വേണം ഈ കാര്യത്തെ മനസ്സിലാക്കാനായിട്ട്. അഷ്ടമശനി പമ്പരം കണക്കെ ചുഴറ്റും എന്നാണ് നമ്മളുടെ വിശ്വാസം. നല്ല കാര്യങ്ങളൊക്കെ നടക്കാനായിട്ട് ചെറിയ രീതിയിൽ തടസ്സങ്ങളും പ്രയാസങ്ങളും ഉണ്ടാക്കിയതിനു ശേഷം സന്തോഷത്തോടെ വിട പറയാനും സന്തോഷത്തോടു കൂടി കാര്യങ്ങൾ പൂർത്തിയാക്കാനുമുള്ള സാഹചര്യം ശനി ഭഗവാൻ ഒരുക്കുമെന്നാണ്. അതായത് പമ്പരം പല പ്രാവശ്യം ചുറ്റി തിരിഞ്ഞതിന് ശേഷം ശാന്തമായി നിൽക്കും എന്നുള്ളതാണ് പമ്പരം പോലെ കറക്കും എന്നുള്ള പ്രയോഗത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. അഷ്ടമശനിയുള്ളവർ ശനിയാഴ്ച തോറും ശനീശ്വര സന്നിധിയിലോ ശാസ്താക്ഷേത്രത്തിലോ എള്ള് നേദിക്കുക, എള്ള് പായസം നടത്തുക. സാധുക്കൾക്ക് എള്ള് പോലെയുള്ള കാര്യങ്ങൾ ദാനം ചെയ്യുന്നതും ഉത്തമമാണ്. ശനിയാഴ്ചകളിലും ജന്മനക്ഷത്ര ദിവസങ്ങളിലും വഗ്നി ഇലകൾ കൊണ്ട് അർച്ചന നടത്തുന്നതും ഉത്തമമാണ്. നമ്മുടെ ഗ്രഹത്തിൽ തന്നെ ശനീശ്വരൻ അഥവാ ശാസ്താവ് എന്നുള്ള സങ്കല്പത്തിൽ വഗ്നി ഇലകൾ കൊണ്ട് അർച്ചന നടത്തി ശനീശ്വര മന്ത്രങ്ങൾ ജപിക്കുന്നത് അഷ്ടമശനി ദോഷത്തെ ഇല്ലാതാക്കുന്നതാണ്. അഷ്ടമശനിയെ ആരും പേടിക്കേണ്ട. കാര്യങ്ങൾക്ക് ആദ്യം ഒരു തടസ്സമുണ്ടാകുമെങ്കിലും വളരെ ഭംഗിയായ രീതിയിൽ സന്തോഷകരമായി എല്ലാം പൂർത്തിയാക്കാനായിട്ട് ശനീശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കും. ശനി ഭഗവാൻ ന്യായത്തിന്റെ ദേവതയാണ്. നിങ്ങളുടെ പ്രവർത്തനത്തിനനുസരിച്ച് തീർച്ചയായിട്ടും ഫലങ്ങൾ ചെയ്യും. സത്കർമ്മങ്ങൾ ചെയ്യുക, ശനിയുടെ അനുഗ്രഹം ഉണ്ടാകും.